മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ജന്മനാട്ടിൽ നെടുമ്പാശ്ശേരിയിലെത്തിയ അദ്ദേഹത്തിന് കാളികാപീഠത്തിന്റെയും മറ്റ് ഹിന്ദു സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ഇവിടെ നിന്നും വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് അദ്ദേഹം കാലടി ശ്രീശങ്കര ജന്മസ്ഥാനിലേക്ക് എത്തിയത്. ദക്ഷിണ ഭാരതത്തിലെ പ്രവർത്തനങ്ങൾ ശങ്കര ജന്മഭൂമി കേന്ദ്രമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആനന്ദവനം ഭാരതി പറഞ്ഞു. ഭാരതത്തിലെ മുഴുവൻ സന്യാസി പരമ്പരകളെയും കൂട്ടിച്ചേർത്ത് ദക്ഷിണ ഭാരതത്തിൽ വലിയ സന്യാസി സംഗമം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. മലയാളികളെ സംബന്ധിച്ച് മാറ്റത്തിന്റെ കുംഭമേളയായിരുന്നു കഴിഞ്ഞത്. കേരളത്തിൽ നിന്നും വലിയ പങ്കാളിത്തം കുംഭമേളയിൽ ഉണ്ടായിരുന്നു. മലയാളി സാന്നിധ്യത്താൽ കുംഭമേള വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുംഭമേള ഇത്തവണത്തെ കുംഭമേളയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റത്തിന് ഒരു തുടക്കം കുറിച്ച കുംഭമേള എന്ന് പറയാം. ഇതിനു മുമ്പുള്ള എല്ലാ കുംഭമേളകളിലും വളരെ കുറച്ച് പേരാണ് കേരളത്തിൽ നിന്നുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 500,000 പേരാണ് മാക്സിമം തൊട്ട് മുമ്പ് കഴിഞ്ഞ ഹരിദ്വാർ കുംഭമേളയിൽ വരെ വന്നിരുന്നത്. ഇത്തവണത്തെ കുംഭമേളയിൽ അത് ഒരു 2.5 ലക്ഷത്തോളം ആളുകൾ മലയാളികൾ എത്തിച്ചേർന്നു. ആ 2.5 ലക്ഷത്തോളം ആളുകളെന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് വന്ന ഒരുപാട് പേരുണ്ട്. ഏറ്റവും അത്ഭുതകരമായി തോന്നിയത് ഇവിടെ പ്രൈവറ്റ് ബസ്സുകാർ ടിക്കറ്റ് വെച്ച് തന്നെ കേരളത്തിൽ എറണാകുളത്ത് നിന്ന് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാവുന്ന രീതിയിൽ, അപ്പോൾ അത്രത്തോളം അധികം ആളുകൾ വരുന്നത് കൊണ്ടാണല്ലോ അവരങ്ങനെയുള്ള ഒരു ഇത് വരുന്നത്. പിന്നെ US നിന്ന്, കാനഡയിൽ നിന്ന്, യൂറോപ്പിൽ നിന്നൊക്കെ നേരിട്ട് പ്രയാഗ്രാജിലെത്തി കുംഭമേളയിൽ പങ്കെടുത്ത് തിരിച്ചു പോയ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ളൊരു പങ്കാളിത്തം കേരളത്തിൽ നിന്ന് ഇത്തവണ കുംഭമേളയിലുണ്ടായിരുന്നു. പിന്നെ മേളയിൽ ഒരു ഔദ്യോഗികമായിട്ട് പങ്കെടുക്കുന്ന ജൂനാഘാടയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ശിബിരം, അങ്ങനെ ഒരു കേരളത്തിൽ നിന്നുള്ളൊരു ആദ്യമായിട്ടൊരു പങ്കാളിത്തം വരുന്നത് അങ്ങനെയാണ്. അപ്പം അമൃതാനന്ദമയി അമ്മ അവിടെ ഒരു സെക്ടർ ഹോസ്പിറ്റൽ തന്നെ അതിൽ സർവീസ് മുഴുവൻ ചെയ്തുകൊണ്ട് വലിയൊരു സേവന പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തു. പിന്നെ മലയാളികളായിട്ടുള്ള ഋഷികേശിലെ നീലകണ്ഠ പർവ്വതത്തിലെ ആത്മബോധിനി ആശ്രമം, പിന്നെ അഭേദാനന്ദാശ്രമം, അങ്ങനെയൊക്കെ നോർത്ത് ഇന്ത്യയിലുള്ള മലയാളികളുടേതായിട്ടുള്ള ആശ്രമങ്ങളുടെ ഒരു പങ്കാളിത്തം ഇത്തവണ ഉണ്ടായി. അതുപോലെ മോഹൻജി ഫൗണ്ടേഷൻ, ശ്രീ M തുടങ്ങിയിട്ടുള്ള മഹാത്മാക്കൾ അവരുടെ ശിബിരങ്ങളുണ്ടായി. അങ്ങനെ കേരളത്തിൻ്റേതായിട്ടുള്ളൊരു പങ്കാളിത്തം കൊണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു മേളയായിരുന്നു മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ കുംഭമേള. നമ്മളുടെ യാത്രകളുടെ ഭാഗമായിട്ടും നമ്മുടെ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടുമൊക്കെ നമുക്ക് നമ്മുടെ ഒരു മാർഗം ഈ സന്യാസത്തിൻ്റേതായിട്ടുള്ളൊരു മാർഗ്ഗമാണെന്ന് അങ്ങനെ ഇതിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഒപ്പം തന്നെ നമ്മൾ ധർമ്മത്തിന് വേണ്ടിയിട്ട്, സമാജത്തിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആധ്യാത്മികതയെ മുൻനിർത്തിക്കൊണ്ടാണ് എന്ന് ചിന്തിച്ചുകൊണ്ടും കൂടിയാണ് ഈ ഒരു പന്ത് തിരഞ്ഞെടുത്തത്. നമ്മൾ യാത്രകളുടെ ഭാഗമായിട്ട് തന്നെ കുംഭമേളകൾ 2001 മുതലുള്ള കുംഭമേളകളിൽ ഒരു സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. 4 സ്ഥലങ്ങളിൽ നടക്കുന്ന കുംഭമേളകളിലും പ്രയാഗിലുള്ള അർദ്ധ കുംഭമേളകളിലൊക്കെ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ കുംഭമേളകളിലാണ് ഏറ്റവും വലിയ സന്യാസിമാരുടെ സമ്മേളനങ്ങൾ നടക്കുന്നത്. ആ സമ്മേളനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അഖാഡകളാണ്. അതിലേറ്റവും വലിയ അഖാഡയും ഏറ്റവും പുരാതനമായിട്ടുള്ള അഖാഡയും ജൂന അഖാഡയാണ്. അപ്പോൾ അങ്ങനെ ഭാരതത്തിലെ സന്യാസി പരമ്പരയുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് അഖാഡയായിട്ട്, വിശേഷ ജൂന അഖാഡയായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനും ധർമ്മത്തെ പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള നാഗ സന്യാസിമാരാണ്
ജൂന അഖാഡ എന്ന് പറയുന്ന സന്യാസി സമാജത്തിലുള്ളത്. നമുക്കും ആ ഒരു രീതിയിലാകണം നമ്മളുടെ അടുത്ത ഇനിയുള്ള ജീവിതം എന്ന് തോന്നിയിട്ടാണ് നമ്മൾ അഖാഡയുടെ ഭാഗമാണ്. അവധൂതാശ്രമം എന്ന് പറയുന്ന കൊട്ടാരക്കര സദാനന്ദപുരത്തെ അവധൂതാശ്രമത്തിലെ സന്യാസ പരമ്പര സ്ഥാപിച്ച ആത്മാനന്ദ ഭാരതി എന്ന് പറയുന്ന സ്വാമിജി, അദ്ദേഹം 100 വർഷങ്ങൾക്ക് മുമ്പ് പ്രയാഗ്രാജ് കുംഭമേളയിൽ അഖാഡയിൽ നിന്നാണ് സന്യാസദീക്ഷ സ്വീകരിച്ച് ഇവിടെ സദാനന്ദ ആശ്രമത്തിൽ സന്യാസ പരമ്പരയ്ക്ക് തുടക്കമിടുന്നത്. ആ പരമ്പരയിൽ നിന്നാണ് നമ്മളുടെ ദീക്ഷ. അതായത് അഖാഡകളെ നേതൃത്വപരമായിട്ട് ധാർമ്മികപരമായിട്ട് പാരമ്പര്യം കൊണ്ട് നയിക്കുക എന്നുള്ളതാണ്, ധാർമ്മിക ഉപദേശം നൽകുക എന്നുള്ളതാണ് മഹാമണ്ഡലേശ്വരന്മാരുടെ കർത്തവ്യം. അപ്പോൾ ഇതുവരെ ദക്ഷിണ ഭാരതത്തിൽ അഖാഡകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ളൊരു സന്യാസിമാരുടെ ഇപ്പോൾ അഖാഡകളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അവധൂതാശ്രമമൊക്കെ പോലെ ചില ആശ്രമങ്ങൾ പഴയ കാലത്ത് 100 വർഷം മുമ്പ് 50 വർഷം മുമ്പൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും പിൽക്കാലത്ത് അതെല്ലാം ആ കണക്ഷനുകളൊക്കെ മാഞ്ഞു പോകുന്ന അല്ലെങ്കിൽ തുടർച്ചകളില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ദക്ഷിണ ഭാരതത്തിലും ഇനി സന്യാസിമാരുടെ നേതൃത്വത്തിലുള്ള സാമാജികമായ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഒരു ശക്തി കൂട്ടുന്നതിനും എല്ലാ സന്യാസിമാരെയും കൂട്ടിയോജിപ്പിക്കുന്നതിനും ഒക്കെ അഖാഡ ആലോചിക്കുകയും അപ്പം അങ്ങനെ ശങ്കര ജന്മഭൂമിയിൽ നിന്ന് സന്യാസ സമ്പ്രദായത്തെ ഭാരതത്തിൽ പുനഃസ്ഥാപനം ചെയ്ത ശങ്കര ജന്മഭൂമിയിൽ നിന്ന് ഒരു മഹാമണ്ഡലേശ്വര് ഇത്തരം കാര്യങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് മഹാമണ്ഡലേശ്വര് വേണമെന്ന് ഇത്തവണത്തെ കുംഭമേളയിൽ അഖാഡയുടെ രമതാ പഞ്ച് ആലോചിക്കുകയും അങ്ങനെ അവർ നമ്മളെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഭാരതത്തിലെ മുഴുവൻ സന്യാസി പരമ്പരകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് കേരളത്തിൽ എന്നല്ല ദക്ഷിണ ഭാരതത്തിൽ വലിയൊരു സന്യാസി സംഗമം നടത്തുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. കുംഭമേളകൾ ആചാരപരമായിട്ടാണ് കുംഭമേള എന്ന് പറയുന്നൊരു പേരുള്ളത്. കുംഭമേളയല്ല, പക്ഷേ ഭാരതത്തിലെ മുഴുവൻ പരമ്പരകളുടെയും ഒരു കൂടിച്ചേരൽ ഇതുപോലെ നിശ്ചിതമായിട്ടുള്ള ഇടവേളകളിൽ ദക്ഷിണ ഭാരതത്തിൽ കേരളത്തിനോടൊക്കെ കേരളത്തിനോട് ചേർന്നിട്ടുള്ളൊരു സ്ഥലത്തോ നമ്മൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആലോചനകളുണ്ട്.